നമസ്കാരം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപന സംഘടന പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയമാണ് വ്യാപകമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ നിലവിലെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിനെ മാറ്റിയിട്ട് പകരം തന്റെ നോമിനിയെ നിയമിച്ചാൽ തന്നെ തുടരാനാണ് ട്രംപ് ഇത്തരമൊരു തന്ത്രം ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാലും 1 വർഷത്തിനുള്ളിൽ തന്നെ മാത്രമേ പിന്മാറ്റം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഈ കാലയളവിനുള്ളിൽ തന്നെ സ്വന്തം നോമിനിയെ സംഘടനയുടെ തലവനാക്കിയാൽ തുടരാൻ തന്നെയാകും ട്രംപ് തീരുമാനമെടുക്കുക എന്നും പറയുന്നു. കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും WHO ചൈനയ്ക്ക് അനുകൂലമായി നിലകൊണ്ടതാണ് ആദ്യം ട്രംപിനെ ചൊടിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടന കോവിഡ് മഹാമാരിയെ തെറ്റായി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. ചൈനയാൽ സ്വാധീനിക്കപ്പെട്ട സംഘടനയായി ലോകാരോഗ്യ സംഘടന മാറി എന്നൊക്കെയായിരുന്നു തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളായി ട്രംപ് അന്ന് ഉയർത്തിക്കാട്ടിയ ആരോപണങ്ങൾ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കായി പ്രത്യേക പ്രതിനിധിയെ ട്രംപ് നിയോഗിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു അമേരിക്കക്കാരൻ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്ത് വന്നിട്ടില്ല. നിലവിലെ സെക്രട്ടറി ജനറലായ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിന്റെയും കാലാവധി 2027 അവസാനിക്കുന്നത്. സംഘടനയ്ക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ്. ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം വരുമാനത്തിന്റെ 12 മുതൽ 20% വരെ നൽകുന്നത് അമേരിക്കയാണ്. ഈയിടെ ലാസ് വേഗാസിൽ നടന്ന ഒരു റാലിയിൽ പങ്കെടുത്ത് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ചിലപ്പോൾ പുനഃപരിശോധിക്കുമെന്ന സൂചന നൽകിയിരുന്നു. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ട്രംപ് ഒരു പ്രമുഖ ഏജൻസിയായ ലോകാരോഗ്യ സംഘടനയെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ചിരുന്നു. അവർ നൽകിയ റിപ്പോർട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളിൽ ഏറ്റവും പിടിപ്പുകെട്ട നിലയിൽ പ്രവർത്തിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണെന്ന് ഇപ്പോൾ തന്നെ പരാമർശിച്ചിരുന്നു. ട്രംപ് ആദ്യവട്ടം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം ഈ നീക്കത്തെ തള്ളിക്കളഞ്ഞിരുന്നു. രാഷ്ട്രീയ അതിർവരമ്പുകൾ മാനിക്കാതെ മാനവരാശിയുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ലോകാരോഗ്യ സംഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. 194 അംഗരാജ്യങ്ങളുടെ പിന്തുണയോടെ മഹാമാരികളടക്കം മനുഷ്യൻ സൃഷ്ടിച്ചതും അല്ലാതെ സംഭവിച്ചതുമായ ആഗോള ആരോഗ്യ പ്രതിസന്ധികളൊക്കെ തന്നെയും ലോകാരോഗ്യ സംഘടനയിലൂടെ ഉണ്ടായിരുന്നു. മരുന്ന് വാങ്ങൽ പോലും പണമില്ലാത്ത രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നതിനിടയിൽ തന്നെ ലോകാരോഗ്യ സംഘടന ഇടപെട്ട് പ്രവർത്തിച്ചു പോരുന്നു. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാത്ത ലോകാരോഗ്യ ഘടനയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി US തീരുമാനം പുനർപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2020 ട്രംപ് സംഘടനയ്ക്കുള്ള സഹായം നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ $3 കോടി അധിക സഹായം ചൈന ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിയിരുന്നു.